നല്ല രീതിയിൽ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയണം. ഇത് എത്രയോ ഭക്തന്മാര് ക്ഷേത്ര ദർശനം ഒന്നുകൊണ്ട് മാത്രം ഇത് പ്രസിദ്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് സീത മുതൽ ഹിമാലയത്തിന്റെ മൂർധാവ് വരെ ഇനിയൊരുടുന്ന ക്ഷേത്ര പരമ്പരകളെ ഭാരതീയ ആചാര്യന്മാര് സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മുടെ ക്ഷേത്രങ്ങള് നമ്മളെ ആദ്യം പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ടെൻഷൻ അല്ലേ? എല്ലാവർക്കും ടെൻഷനാണ്. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ ടെൻഷൻ, മനസ്സിന്റെ അസ്വസ്ഥ, ടെൻഷൻ എല്ലാവർക്കും ടെൻഷനാണ്. ഇന്നത്തെ പുതിയ പല രോഗങ്ങൾക്കും കാരണം എന്താണെന്നാണ് ഈ ടെൻഷനാണ്. ഡോക്ടർമാരെ സംബന്ധിച്ചിട്ടുണ്ട്. ഇത് ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഉത്പാദനം വർദ്ധിക്കണം. ഇത് നമ്മളുടെ ചെറുകുടലിന്റെ മ്യൂക്കസ് കവചത്തെ ഭീതിക്കുന്നു. അവിടെ വ്രണങ്ങൾ ഉണ്ടാകും. അതിനാണ് നമ്മൾ പറയുന്നത് അൾസർ. ഇത് കുറെ കൂടെ ഭീകരമാകുമ്പോൾ ക്യാൻസർ ആയിട്ട് മാറുന്നു. സാഹിബ് പുതിയ പേര് കൊടുത്തു, സൈക്കോസൊമാറ്റിക്. സൈക്ക് മനസ്സിനുണ്ടാകുന്ന ദൗർബല്യം, സോമ ശരീരത്തിൽ വ്യാപിച്ച് രോഗമായി പരിണമിക്കുന്ന അവസ്ഥ. പുതിയ പേരാണോ? അല്ല. സൈക്കോസോമാറ്റിക് പുതിയ പേരല്ല. നമ്മുടെ ആചാര്യന്മാർ നിന്റെ ആദി ഉണ്ടായിട്ട് മാറുന്നു. വ്യാധിയായിട്ടും അതിന് പേര് കൊടുത്തത് നിന്റെ ആദി വ്യാധിയായിട്ട് മാറാനില്ലെന്നിയ ക്ഷേത്രങ്ങളിൽ പുരാണങ്ങൾ പാരായണം ചെയ്യുക, സത്സംഗത്തിൽ പങ്കെടുക്കുക, നാമസംഗത്തിൽ പങ്കെടുക്കുക. അതുള്ള ക്ഷേത്രങ്ങള് പക്ഷേ നമുക്ക് കഴിയണം. ഇന്ന് പാശ്ചാത്യ ഭാരതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഓരോ ഭാരത യാത്ര ശാന്തി തീർത്ഥയാത്രകളാണ്. അമേരിക്കൻ അളവറ്റ സമ്പദ്സമൃദ്ധി ഉണ്ടായിട്ടും സമാജത്തിന്റെ എല്ലാ തലങ്ങളും അത്യന്തം നീചമായ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കൊച്ചുകുട്ടികൾ വരെ തോക്കെടുത്ത് എത്ര പേരെ ഉപയോഗിച്ചു വരുന്നത് സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ അമേരിക്കയിലുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ട്? ഭൗതിക മുൻപ് കൊടുക്കുകയും ആധ്യാത്മിക രീതികളെ അവഗണിക്കുകയും ചെയ്യുന്നതിന്റെ പരിണിത ഫലമാണ്. പിന്നെ ശാന്തി ഭാരതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. റഷ്യയിലെ സ്വേച്ഛാധിപതിയായ സ്റ്റാലിന്റെ പുത്രി സേനാനിലേക്ക് ഭാരതത്തിൽ വന്നു. പരിപാവനമായ ഗംഗാതീരത്തിൽ ഒരു ഭരണസഭ സ്ഥാപിച്ച് ജീവിതാവസാനം വരെ സമാധാനത്തോടെ അതിനുള്ളിൽ കഴിയുക. അപ്പൊ ഭാരതത്തെ കുറിച്ച് വിദേശികളുടെ കാഴ്ചപ്പാട് ഇതായിരുന്നു. ഇന്ന് ഭാരതങ്ങൾക്ക് യൂറോപ്പിലും അമേരിക്കയിലേക്ക് പ്രധാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രസിദ്ധ നോബൽ സമ്മാന ജേതാവ് ഫ്രിഡ്ജ് ഓഫ് കാഫ്ര മറ്റൊരു പുസ്തകം ഗെയിമിംഗ് പോയറ്റ്, അതായത് ഡാർക്ക് സൈഡ് ഓഫ് ഗ്രോത്ത്, വളർച്ചയുടെ ഇരുണ്ട വശങ്ങളിൽ അദ്ദേഹത്തിൽ പരാമർശിക്കുന്നു. ആരോഗ്യം എന്നത് ശാരീരികവും മാനസികവും ആത്മീയവുമായ സമഗ്രതയാണ് എന്ന് പറയുക. പാഠപുസ്തകമാണ് ഈ വാക്കുകൾ പ്രകാശിക്കുന്നത്. ഹിമാലയ രാഷ്ട്രഭാരതകരണം ആധ്യാത്മിക ആക്രമണമെന്ന് മനസ്സിലാക്കി വിവേകാനന്ദനും സ്വാമികളും വിദ്യാധര സ്വാമികളും ശ്യാമകരണസ്ഥേവനും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ ആത്മസാക്ഷാത്കാരത്തിന് കീഴടക്കിയത് ഭാരതത്തിലാണ്. ഗംഗയും യമുനയും ഗോദാവരിയും സരസ്വതിയും നർമ്മദയും സിന്ധുവും കാവേരിയും പുണ്യമാണ് ഭാരതം. ഇവിടുത്തെ ഓരോ മണ്ഡലികള് ഉൾക്കൊടുക്കുമ്പോൾ ചൈതന്യത്താണെന്ന് വിദേശം മനസ്സിലാക്കി. ശാന്തിയോ ഭാരതത്തിലേക്കോ നമ്മളോ പടിഞ്ഞാറിനെ അംഗീകരിക്കുകയാണ്. എല്ലാത്തിൻ്റെ അസ്തമനമാണ് പടിഞ്ഞാറ്, ഇവിടെയാണ് അതൊരു ഉദയം. അവിടെ സ്വാമി വിവേകാനന്ദ ലോകത്തിൽ എവിടെയെങ്കിലും ആധ്യാത്മ ഉറവുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ വേരുകൾ തേടി ചെല്ലുമ്പോൾ ചെന്നെത്തുന്നത് ഈ ഭാരതത്തിലാണ് എന്ന്. എല്ലാ കാലത്തും എല്ലാ ആൾക്കാർക്കും എല്ലാ ദേശക്കാർക്കും എല്ലാവർക്കും ശാന്തി സമാധാനവും വേണം എന്ന് ആഗ്രഹിക്കുന്ന ഭാരതീയ ആചാര്യന്മാർ. നമ്മുടെ പ്രാർത്ഥന എന്താ? ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഏത് സമസ്ത ലോകം പ്രാർത്ഥന വിശാല മനസ്സിലാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. ആ വിശാല മനസ്സിലുള്ള ഹിന്ദു ഇന്ന് പുറത്തു നിൽക്കുന്നുവെങ്കിൽ മറ്റൊന്നുമല്ല, കൂടാരത്തിൽ തലവെക്കാൻ അനുവാദം ലഭിച്ച ഒട്ടകം അറബിയെ കൂടാരങ്ങളിലാക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ വികാരം തന്നെയാണ്. നമുക്കൊല്ലേറെ രാജ്യങ്ങളില്ല, നമുക്ക് നമ്മുടെ കൊണ്ടുപോയി ഈ ഭാരതം തന്നെയാണ്. ഒരു മഹത്തായ സംസ്കാരം നമുക്ക് ഉണ്ടാവണം. അതിന്റെ ഘടകങ്ങളാണ് ഹിമാലയം തുടങ്ങിയ പർവ്വതങ്ങള്, കാശ്മീർ തുടങ്ങിയ ക്ഷേത്രങ്ങള്, ഗംഗോടങ്ങിയ നദികള്, വേദങ്ങള്, പൊതുസംഘങ്ങള്,
വിലാസങ്ങള്, പുരാണങ്ങള്, ക്ഷേത്രങ്ങളൊക്കെ അതിന്റെ ഘടകങ്ങളാണ്. അതൊക്കെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഈ സംസ്കാരത്തെ പലപ്പോഴും നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് പലരും. ഇപ്പോഴും പലരും പറഞ്ഞു നടക്കുന്നുണ്ട്, ഇതിനൊക്കെ ഇല്ലാതാക്കണം. അവരുടെ കൂടെ ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഹിന്ദുക്കൾക്ക് ഐക്യമില്ലാത്തതിന് പരിണിത ഫലമാണ് എനിക്ക് നിൽക്കുന്നത്. ഹിന്ദുവിന് ഐക്യം ഉണ്ടായിക്കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർക്കൊക്കെ ജോലി ഇല്ലാതാവും. അതുകൊണ്ടാണ് നമ്മൾ ജാതി